മൈ ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ NHSന്റെ ഇൻ്റർവ്യൂ ടിപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ബിഗ് താങ്ക് യു ടു ഹു എവർ വാച്ച് മൈ വെരി ഫസ്റ്റ് വീഡിയോ ഇൻ ദ യൂട്യൂബ്. അതിൽ ഓൾമോസ്റ്റ് 1000 വ്യൂസ് ആയി. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എ വെരി ബിഗ് അച്ചീവ്മെൻറ്റ്. ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. സോ അത് കുറച്ചധികം പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഐ എം സോ ഹാപ്പി. ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റീലും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ജോബ് കിട്ടിയത് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ടും എനിക്ക് കുറേ പേഴ്സണൽ മെസ്സേജസ്, കുറേ എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-25 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആസ്കിങ് ഫോർ മോർ ഡീറ്റെയിൽസ് ഓൺ ദാറ്റ്. ഹൗ വാസ് ദ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിന് ആൻസർ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഐ തോട്ട് വൈ നോട്ട് ഡു എ ഡീറ്റെയിൽ വീഡിയോ ഓൺ ദാറ്റ്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എന്നെക്കാളും നന്നായിട്ട് ഇതിനൊക്കെ ആൻസർ അറിയാവുന്ന കുറേ പേരുണ്ടാകും. 10-20 ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഞാനൊരു 2-3 വീഡിയോ ആണ് ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന കുറേ പേരുണ്ട്. സോ അവർക്ക് എന്നെക്കാളും നല്ല ബെറ്റർ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ യു ക്യാൻ ഷെയർ ഇറ്റ്. ഐ തോട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിഫോർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്, NHSന്റെ ഇൻ്റർവ്യൂ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ജനറലി മോസ്റ്റ് കേസസിലും ഒറ്റ ലെവൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാകുന്നത്. ഒരു പാനൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ഫോർ മീ ഒരു 4 പേരുള്ളൊരു പാനൽ ഇൻ്റർവ്യൂ, ഒരു 45 minutes ജനറൽ ഇൻ്റർവ്യൂ. അതിനകത്ത് ഫൈനാൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജനറൽ ക്വസ്റ്റ്യൻസ്, NHSന്റെ യൂഷ്വൽ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 15 minutes കമ്പ്യൂട്ടർ ടെസ്റ്റ്. കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പം എനിക്കൊരു അഡ്വാൻസ്ഡ് എക്സൽ ടെസ്റ്റും പിന്നെ ഫൈനാൻസ് ആയതുകൊണ്ട് ബഡ്ജറ്റ് അങ്ങനെയൊക്കെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടുമായിരുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈനാൻസ് റിലേറ്റഡ് നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു 5-6 ടോപ്പ് ഫ്രീക്വൻ്റ് ആയിട്ട് NHSൽ ആസ്ക് ചെയ്തിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെ ഞാൻ ആൻസർ ഞാൻ ചെയ്തു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പോയിന്റ് ബേസ്ഡ് ആണ് NHSന്റെ ഇൻ്റർവ്യൂ. എല്ലാ NHSലും ഇൻ്റർവ്യൂ ഒരേ സ്ട്രക്ചറിലാണ് പോകുന്നത്. അവർക്കൊരു ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ അഡ്മിൻ റോളാണെങ്കിൽ അഡ്മിൻ, ഫൈനാൻസ് റോളാണെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ്, എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് ആ റോൾസ് ഒക്കെയാണ് IT. ഓരോന്നിനും അതിൻ്റെതായ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് അവരൊരു 5 points അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുദ്ദേശിക്കുന്ന ഒരു ആൻസർ കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞ് ആ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്കോർ ദാറ്റ് മാർക്സ്. പിന്നെ മറ്റുള്ള കാൻഡിഡേറ്റ്സിനേക്കാളും നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ബെറ്റർ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് NHSൽ നമുക്ക് ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് വൈസ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ സ്ട്രക്ചറിനെ പറ്റി. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, NHSന്റെ വാല്യൂസ്. സോ NHSന്റെ വാല്യൂസ് ഒരു 6 വാല്യൂസ് ഉണ്ട്. 6 points ആണുള്ളത്. യു വിൽ ഫൈൻഡ് ഇറ്റ് ഇൻ ഗൂഗിൾ. അപ്പോൾ ആ 6 pointsഉം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. ആ 6 pointsഉം അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചിട്ട് പോകാം. എന്നോട് ചോദിച്ചത്, ഞാൻ ഈ 6 pointsഉം എക്സ്പ്ലനേഷനും ഒക്കെ പഠിച്ചിട്ട് പോയി. എന്നോട് ചോദിച്ചത് ഏതെങ്കിലും അതായത് അത് എന്ന് പറയുന്നത് പേഷ്യൻ്റ് സേഫ്റ്റി, വർക്കിൻ്റെ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, അങ്ങനെ പറഞ്ഞ് 2-3 points ഒക്കെയാണ്. കൊളീഗിനോടുള്ള റെസ്പെക്റ്റ്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണതുള്ളത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് റോളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്നേരം ഒരു കേസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഓർമ്മ വന്നു. ആ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് ആൻസർ പറയാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ആ 6 pointsനും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകുക, നിങ്ങളുടെ പ്രീവിയസ് റോളിൽ. ഇപ്പോൾ എന്നോട് കുറേ പിള്ളേർ ചോദിക്കും, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നേരെ പാസ് ഔട്ട് ആയിട്ടുള്ളവരുണ്ടല്ലോ, പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ. അപ്പോൾ അവർ ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനത്തെ ആൻസറൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രീവിയസ് ജോബ് ചെയ്തിട്ടില്ലല്ലോ, അപ്പം അങ്ങനെ ഒരു കേസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ് ചെയ്തപ്പോൾ ഒരു കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ജോബ് റിലേറ്റഡ് ആയിട്ട് തന്നെ ആൻസർ പറയണമെന്നില്ല. എന്ത് ചെയ്യാം, പ്രീവിയസ് ലൈഫിൽ വന്നൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും പറയാം. സോ they are not expecting situation from previous role only.
നിങ്ങൾക്ക് എന്ത് ലൈഫിൽ നടന്ന സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റീസിൽ എന്തായാലും എല്ലാവരും UK യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ കുറേ എക്സ്പീരിയൻസ് കാണും. നമ്മൾ എക്സാം മാത്രം എഴുതുമല്ലോ, നമുക്ക് കുറേ ഗ്രൂപ്പ് വർക്ക്സ്, പ്രൊജക്ട്സ്, അസൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറയുക. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ട്രസ്റ്റിൻ്റെ വാല്യൂസ്. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. NHSന് 6 വാല്യൂസ് ഉണ്ട്. അതുപോലെ ഓരോ ഹോസ്പിറ്റൽസിനും അല്ലെങ്കിൽ ഓരോരോ ട്രസ്റ്റിനും അവരുടേതായ വാല്യൂസ് ഉണ്ടാവും. സംടൈംസ് അത് സിമിലർ ആയിരിക്കും, പക്ഷെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും ട്രസ്റ്റിന്. അപ്പം അതും പഠിച്ചിട്ടു. അത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ പെർട്ടിക്കുലർ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരുടെ വാല്യൂസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂസ്, പിന്നെ അവർക്കൊരു ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു മിഷൻ, വിഷൻ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ട് പോവാം. അവരുടെ വെബ്സൈറ്റിന് കയറി ഈ ഹോസ്പിറ്റലിനെ പറ്റി നല്ല ധാരണ ഉണ്ടാക്കി വെക്കുക, ഈ ട്രസ്റ്റിനെ പറ്റി. കാരണം ആ ട്രസ്റ്റിനെ പറ്റി എന്തൊക്കെ അറിയാം എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് കയറുക, ഫുൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വൈ ഡു യു വാണ്ട് ടു വർക്ക് ഇൻ NHS? അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ട്രസ്റ്റിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്യണം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞൊരു ആൻസർ, ഞാൻ ഇതുവരെ പ്രൈവറ്റ് ഫേംസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒബ്വിയസ്ലി NHS ഈസ് എ പബ്ലിക് സെക്ടർ, അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ജോബ് സെക്യൂരിറ്റി, അത് നമുക്ക് പറയാം. നമുക്കൊരിക്കലും ജോബ് പോവെന്നല്ല, ഒരു അൺസെക്യൂരിറ്റി ഇല്ല NHSൻ്റെ ഇതിൽ. പിന്നെ കരിയർ ഗ്രോത്ത്, നമുക്ക് ഒരുപാട് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ നമ്മളെ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ NHS ഫണ്ട് ചെയ്യും. ഈ പറഞ്ഞ ഫൈനാൻസ് റിലേറ്റഡ് ജോബൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ ACC അല്ലെങ്കിൽ സീമ പോലെയുള്ള കോഴ്സൊക്കെ ചെയ്യാനായിട്ട് NHS തന്നെ സ്പോൺസർഷിപ്പ് നമുക്ക് തരുന്നുണ്ട്. സോ ഫണ്ടിങ് ഒക്കെ അവർ തരും. നമുക്ക് അതിനുള്ള ലീവ് തരും. സ്റ്റഡി ലീവ്, എക്സ്ട്രാ സ്റ്റഡി ലീവ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പോഴും ഇപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്കുള്ള ഇൻ്റർവ്യൂസ്, ഒരു കരിയർ പ്രോഗ്രഷൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പറയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വേറൊരു പോയിന്റാണ് ഒബ്വിയസ്ലി സാലറി പാക്കേജ്, അവരുടെ പെൻഷൻ. അപ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ സാലറിയും പെൻഷനും ഒക്കെ പറയാൻ പറ്റുമോ, അതൊക്കെ നമ്മളൊരു ഫൈനാൻസ് മോട്ടീവിന് വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ല, നമ്മൾ എല്ലാവരും ഒരു ജോബ് നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവരുടെ സാലറി പാക്കേജ് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ നല്ല പാക്കേജും നല്ല NHSൻ്റെ പെൻഷൻ സ്കീം ഇസ് ലൈക്ക് എ വെരി ഗുഡ് സ്കീം. അപ്പോൾ അത് പറയാം. നമുക്ക് ഒരു ലൈഫ് ലോങ് നമ്മൾ സെക്യൂർ ആണ്. അപ്പോൾ അത് പറയാം. പക്ഷെ പറയുമ്പം നമ്മുടെ അത് ഫൈനാൻസ് ആയിട്ട് സാലറി അങ്ങനെ മാത്രം പറയാതെ നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. NHS എംപ്ലോയീസിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. NHS എംപ്ലോയീസിനെ സെക്യൂർ ആക്കാൻ നോക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരുപാട് നല്ല പാക്കേജ് പ്രൊവൈഡ് ചെയ്ത് അവരെ എപ്പോഴും അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് NHS ട്രൈ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ആൻസർ ഫ്രെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് NHSൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ടീം വർക്കിനെ പറ്റി. അതായത് NHSലെല്ലാം ടീമിലാണ്, നമ്മൾ കൂടുതലും ടീം വർക്ക് വേണ്ട ഒരു സ്ഥലമാണ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ NHS എന്ന് പറഞ്ഞാലും എല്ലായിടത്തും എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. പ്രൈവറ്റ് ഫേംസിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ടീം വർക്കിനെ പറ്റി പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവർ ഗ്രൂപ്പ് വർക്ക്സ് ചെയ്ത കേസുകളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ടീം വർക്കിൽ അവരുദ്ദേശിക്കുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അവരുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ടീമിൽ തന്നെ നമുക്ക് ഒരു ലീഡർഷിപ്പ് എടുക്കാനുള്ളൊരു എഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ആ പോയിന്റ്സ് ഒക്കെ വെച്ച് അത് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രീവിയസ് റോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത സിറ്റുവേഷൻ, അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, ബാക്കിയുള്ള കൊളീഗ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കൊരു ആൻസർ ഫ്രെയിം ചെയ്യാം. അതാണ് ടീം വർക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് കോൺഫിഡൻഷ്യാലിറ്റി.
NHS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺഫിഡൻഷ്യൽ. NHS എന്ന് തന്നെയല്ല, എല്ലാ ജോബിനും കോൺഫിഡൻഷ്യാലിറ്റി, ഐ മീൻ നമ്മൾ ഡീൽ ചെയ്യുന്ന കോൺഫിഡൻഷ്യൽ ഡേറ്റയുടെ ഒരു സെക്യൂരിറ്റി അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതലും പേഷ്യൻ്റ് ഡേറ്റ ഡീൽ ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് ഡേറ്റ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫൈനാൻസിലാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബില്ല് കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്മിൻ ലെവലാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ ഡേറ്റാസ് ഡീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഇപ്പം നഴ്സുമാരൊക്കെ ആണെങ്കിൽ അവർ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഡേറ്റാസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, തേർഡ് പാർട്ടി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചൊരു പോയിൻ്റാണ് ക്ലിയർ ഡെസ്ക് പോളിസി. അതായത് ഇപ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും വെറുതെ ടേബിളിൽ ലീവ് ചെയ്തിട്ട് പോകാൻ പാടില്ല. അത് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കാം. പിന്നെ പാസ്വേഡ്സ് നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻഷ്യാലിറ്റിക്ക് പറയാൻ പറ്റും. ഇനി പേഷ്യൻസായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, അവരുടെ ഇൻഫർമേഷൻ ഒന്നും വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പറയാൻ പറ്റും. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് വർക്ക് പ്രയോറിറ്റീസിനെ പറ്റി. അതായത് ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ നിങ്ങൾക്ക് 2-3 എണ്ണം ഒരുമിച്ച് കിട്ടി, വിച്ച് വൺ വിൽ യു പ്രയോറിറ്റൈസ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പറയാൻ പറ്റുന്നത് നിങ്ങൾ വർക്ക്, അപ്പോൾ ടൈം മാനേജ്മെൻറ്റ്, അതായത് നിങ്ങൾ വർക്ക് ആദ്യം പ്ലാൻ ചെയ്യും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ആ വർക്കിൻ്റെ ഡ്യൂ ഡേറ്റ് നോക്കും. അപ്പോൾ ഡ്യൂ ഡേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വർക്കാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ആ വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്ക് മാറ്റി വെച്ചിട്ട് ഈസി ആയിട്ട് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഫിക്കൽട്ട് ടാസ്കിലേക്ക് മൂവ് ചെയ്യും. പിന്നെ നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്താൽ തീരാത്തൊരു വർക്ക് ആണെങ്കിൽ യുൽ ക്രിയേറ്റ് എ ടീം ഫോർ ദാറ്റ്. എന്നിട്ട് വർക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് എല്ലാവർക്കും ഈക്വലായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ യുൽ ആസ്ക് യുവർ മാനേജർ ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, മാനേജറിനോട് ചോദിക്കാം. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ആൻസർ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് ബെറ്റർ ആൻസേഴ്സ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടാൻ വലിയ പാടില്ല. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് നമ്മുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷനുമായിട്ട് അത് കണക്ട് ചെയ്ത് പറയുക. അതാണ് നമുക്ക് ആൻസർ പോയിന്റ് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഇന്ന പോയിന്റുകളുണ്ടെന്നറിയാം. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കി ആ പോയിന്റ്സ് ഇട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു നമ്മുടെ പ്രീവിയസ് റോളിൽ നിന്ന് പറഞ്ഞ് ആ ആൻസർ ടോട്ടലി ഫ്രെയിം ചെയ്ത് വെക്കാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട്. സ്റ്റാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീം വർക്കിൻ്റെ ഒരു ആൻസറാണ് നമ്മൾ പറയുന്നതെങ്കിൽ എസ് ഫോർ സിറ്റുവേഷൻ, ടീം വർക്ക് ചെയ്തൊരു സിറ്റുവേഷൻ നമ്മൾ പറയുക. ടി ഫോർ ടാസ്ക്, എന്തായിരുന്നു നിങ്ങളുടെ ടാസ്ക്, ആ ടീമിൻ്റെ ലീഡറായിരുന്നു, സോ ഇന്ന ജോബ് ചെയ്യണമായിരുന്നു, അങ്ങനെ പറയുക. ആക്ഷൻ, നിങ്ങൾ എന്ത് ചെയ്തു, ഈ വർക്ക് കിട്ടി, ആ വർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോരുത്തർക്കും ആ ജോബ് ബ്രേക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറയുക. അതിൻ്റെ റിസൾട്ട്, വാട്ട് വാസ് ദ റിസൾട്ട്, ഇത്ര ടൈമിനുള്ളിൽ എല്ലാവരും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തു, ചെയ്യാൻ പറ്റാത്തവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, ആ രീതിയിൽ പറയുക റിസൾട്ട്. അങ്ങനെ ഒരു ആൻസർ ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് വർക്ക് പ്രയോറിറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും, പിന്നെ ഭയങ്കര ലാഗ് ആയിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി അത് ഞാൻ ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഈ വീഡിയോ. നെക്സ്റ്റ് ടൈം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.